ആന്ധ്രാപ്രദേശിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ TDP നേതൃത്വം നൽകുന്ന NDA സഖ്യം N ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും D പുരന്തേശ്വരിയും ഇന്ന് പ്രാഥമിക ചർച്ച നടത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും. മത്സരിച്ച സീറ്റുകളിലെല്ലാം ത്രസിപ്പിക്കുന്ന വിജയം നേടിയ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള 175 സീറ്റുകളിൽ 164 സീറ്റ് എന്ന മാജിക് നമ്പർ NDA സഖ്യത്തിന് നേതൃത്വം നൽകുന്ന TDP പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. TDP, JSP, BJP അച്ചുതണ്ടിനെ പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യമായി പരുവപ്പെടുത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ മുന്നണി നേതാക്കൾക്ക് 101% വിജയം അവകാശപ്പെടാം. ജഗനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വ്യാപകമായി അലയടിച്ചതാണ് വമ്പൻ വിജയത്തിന് കാരണമെന്നും TDP വിലയിരുത്തുന്നു. എന്നാൽ പ്രകടന പത്രികയിലെ 99% വാഗ്ദാനങ്ങളും നിറവേറ്റിയിട്ടും 11 സീറ്റിലേക്ക് പാർട്ടി കൂപ്പുകുത്തിയത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രതികരണം. ചന്ദ്രബാബു നായിഡുവും ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാണും ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥിരതയും കാര്യക്ഷമതയും ചടുലതയുമുള്ള മന്ത്രിസഭ വേണമെന്നുള്ളതാണ് മുന്നണിയിലുയരുന്ന ആവശ്യം. ഇരുവരും ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷ D പുരന്തേശ്വരിയും ഇന്ന് വീണ്ടും കാണും. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഞായറാഴ്ച അമരാവതിയിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. സീറ്റ് വിഭജന വേളയിൽ മുന്നണി താൽപര്യം മാനിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ JSP നേതാവ് പവൻ കല്യാൺ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടിയുള്ള പരീക്ഷണം വിജയം കണ്ടതിലുള്ള ആശ്വാസത്തിലാണ് BJP ദേശീയ നേതാക്കൾ. ചന്ദ്രബാബു നായിഡുവിനെ റാഞ്ചാൻ ഇന്ത്യ മുന്നണി ശ്രമം നടത്തുന്നുവെന്ന വാർത്തകൾക്കിടെ അദ്ദേഹം ഇന്ന് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണും. തുടർഭരണം BJPക്ക് അഭിമാന പ്രശ്നമായതോടെ മൂന്നാം മോദി സർക്കാരിൽ നിർണായക ശക്തിയാകാനാണ് തെലുങ്കുദേശം പാർട്ടിയുടെ നീക്കം. 24 വിജയവാഡ.